ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാട്ടോ അത്. എല്ലാവരും ചിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ പോകുന്ന റിപ്ലീസ് അക്വേറിയം കാണാനാണ്. ടൊറൻഡോയിലെ ഡൗൺ ടൗണിലാണ് ഇതുള്ളത്. ഇപ്പോൾ കാർത്തൂനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഓർത്ത് ഞങ്ങൾ കണ്ടുപിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയപ്പോൾ നിറയെ ബിൽഡിംഗ് ഒക്കെ കണ്ടോ. നമ്മുടെ ഈ സഞ്ചാരത്തിലൊക്കെ കാണുമല്ലോ, അമ്പര ചുംബികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വൈബായിരുന്നു. നല്ല മഴയായിരുന്നു. ഇത് കാണുന്ന CN ടവർ ആണ് കേട്ടോ. ആ CN ടവർ ഏറ്റവും എന്താ പറയുക പൊക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്. നമുക്ക് അതിൻ്റെ മേളിൽ കയറും. അപ്പോൾ ഈ മൊത്തം ടൗൺ വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അതിനും ടിക്കറ്റൊക്കെ ഉണ്ട്. കാർത്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി. നമ്മൾ ഈ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് പൈസ കൊടുത്ത് നമ്മൾ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ പൈസ കൊടുക്കുന്ന ഇത്ര അവറിന് ഇത്ര $, എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കണം. നല്ല മഴയുണ്ടായിരുന്നു. ആകെ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നു. കാർത്തുമണി ബാക്കിൽ കുടയും പിടിച്ച് നടക്കണമുണ്ടോ. അങ്ങനെ ഞങ്ങൾ റിപ്ലീസ് അക്വേറിയം കാനഡ കാണാനായിട്ട് പോവാണ്. പലരും നല്ല രസമാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ പോകാമെന്ന് ഓർത്ത്. ഇതിവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മൾ എത്ര പേരുണ്ടെന്ന് ഇവിടെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ആ തുക വരും. നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം കേട്ടോ. ഒരാൾക്ക് $31 ടിക്കറ്റ് റേറ്റ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അതനുസരിച്ച് പൈസ കുറവുണ്ട്, $9 കേട്ടോ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഓൺലൈനിലും ബുക്ക് ചെയ്ത് നമുക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നേരിട്ട് ചെന്നും ടിക്കറ്റ് എടുക്കാം. ഇവിടെ നേരിട്ട് നമ്മൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. എന്താണ് കനേഡിയൻ വാട്ടർ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ടാങ്കാണ്. നിറയെ മീനുകൾ ഇങ്ങനെ കിടന്ന്. കുട്ടികൾക്കൊക്കെ എന്ത് രസമാണെന്നറിയോ. ഒരുപാട് പേര് പിള്ളേരെ കൊണ്ടാണ് അത് കാണാനായിട്ട് വന്നേക്കുന്നത് തന്നെ. നല്ല രസമായിരുന്നു. കാരണം പല കളറിലുള്ള ഫിഷസ് ആയിരുന്നു കേട്ടോ. കാരണം പല രാജ്യത്തു നിന്ന്, അതായത് പല ഏരിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഏഷ്യ പസഫിക് റീജിയൻ, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ഫിഷസാണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും. അകത്തേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ ഇരുട്ടാണ്. കാരണം ഒരു എന്താ പറയുക ഡാർക്ക് സെറ്റപ്പിലാകും മൊത്തം ഒരു അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ വ്യൂ അത്രയും നല്ല വ്യക്തമായിട്ട് കിട്ടത്തൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും. ഈ ഇരുട്ടത്ത് ഈ പ്രത്യേക ലൈറ്റിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോഴേ നല്ല രസമായിരുന്നു കാണാനായിട്ട്. വലിയ കൊഞ്ചും ഞണ്ടും ഒക്കെ കിടക്കുക. ഇവിടെ വന്നതിൻ്റെ ഏറ്റവും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സാധനമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നീരാളീനെ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം അതൊരു ട്യൂബ് ലൈറ്റിൻ്റെ സെറ്റപ്പിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ലൈറ്റ് ഇച്ചിരി കുറവായിരുന്നു. എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. യമകണ്ഠൻ സാധനം. ടൊറൻഡോയിൽ അല്ലെങ്കിൽ കാനഡയിൽ തന്നെയുള്ള ഒരു ഏറ്റവും വലിയ അക്വേറിയങ്ങളിൽ ഒന്നാണ് ഈ റിപ്ലീസ് അക്വേറിയം കാനഡ എന്ന് പറയുന്നത്. കാരണം ഇവരുടെ അറേഞ്ച്മെന്റ് നല്ല രസമാണ്. നമുക്കൊരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ഇല്ലേ, ആ കോറൽ റീഫ് ഒക്കെ വെച്ചിട്ട് ശരിക്കും ഒരു കടലിൻ്റെ തന്നെ പ്രതീതി ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അണ്ടർ വാട്ടർ ടണൽ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കാം. അപ്പം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൊണ്ടുപോകും. എന്താ ഒരു 360 ഡിഗ്രി സെറ്റപ്പിലുള്ള ഒരു സംഭവം. നമുക്ക് ചുറ്റും ഇങ്ങനെ ടണല് പോലെ. നമ്മുടെ നാട്ടിലും ഇതുപോലെ അക്വ ഷോ ഒക്കെ നടക്കുന്നുണ്ട് ഇതുപോലത്തെ. അതുപോലെ തന്നെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ. കാരണം വലിയ വലിയ ഷാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളൊരു സെറ്റപ്പാണത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ അത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ നമ്മുടെ തെരണ്ടി എന്ന് പറയുന്നത്. ഇവരുടെ ആ നിഷ്കളങ്കമായ ഒരു മുഖം കണ്ടോ, നമുക്കതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. അവരുടെ അത്ര ക്യൂട്ട്നെസ് ആട്ടോ അവരുടെ മുഖം കാണാനായിട്ട്. നല്ല രസമായിരുന്നു അതിങ്ങനെ നീന്തി നീന്തി പോണ കാണാനായിട്ട്.
കുറെ ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ടണലിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ പോവാം. ചുറ്റും ഇങ്ങനെ മീൻ ഇങ്ങനെ കയറിപ്പോവും. കാർത്തൂന് എന്ത് പേടിയായിരുന്നു എന്നറിയോ ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറിപ്പോവാൻ. പിന്നെ അവളെക്കാളും പീക്കിരീസ് കയറി പോണ കണ്ടപ്പോൾ നമുക്ക് ആ ഒരു അഭിമാനക്ഷതം തോന്നി കയറി പോണാണ് ആ കാണുന്നത്. ഭയങ്കര രസമാട്ടോ അതും നമുക്ക് അകത്ത് ഇങ്ങനെ കയറി പോകാൻ നല്ല രസമായിരുന്നു. ഈ അക്വേറിയത്തിൻ്റെ അകത്ത് വേറെ കുറച്ച് ഏരിയയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ സ്നേക്ക്, അതുപോലെ തന്നെ ഈ മറ്റേ ഇഗ്വാന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതും ഇവിടെ വച്ചിട്ടുണ്ട്. പല പല സാധനങ്ങൾ, വലിയ വലിയ പാമ്പ്, പച്ചില പാമ്പ്, പിന്നെ ഗെക്കോ, അത് കുഞ്ഞു കുഞ്ഞ് ലിസാർഡ് വർഗത്തിൽപ്പെട്ട, പല്ലി വർഗത്തിൽപ്പെട്ട പല പല സാധനങ്ങൾ, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് ഓരോ ഏരിയ ആയിട്ടാണ്. ഇതിൻ്റെ അകത്ത് കൂടി ചെല്ലുമ്പോൾ ഇതും പോയി നമുക്ക് കാണാനൊക്കെ ചെയ്യായിരുന്നു. ഇതിൻ്റെ തന്നെ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്ലേ ഏരിയ, അതുപോലെ ഫുഡ് സോൺ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു കളിക്കാനുള്ള സാധനങ്ങൾ, അതുപോലെ തൊട്ടടുത്ത് തന്നെ പിന്നെ ഇവിടുന്ന് ഇവളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള കഷ്ടപ്പാട് ഭയങ്കര പാടായിരുന്നു. ഇതാണ് ഇവിടുത്തെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഏരിയ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അക്വേറിയത്തിലേക്കുള്ള, അതായത് ഈ അക്വേറിയത്തിലേക്കുള്ള മൊത്തം വെള്ളം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അതിൻ്റെ ഒരു മിനി സെറ്റപ്പാണ് ഈ കാണിച്ചേക്കുന്നത്. കാര്യം ഓരോ ടാങ്കിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ചില ജീവികൾക്ക് സോൾട്ട് വാട്ടർ വേണം, ചില ടാങ്കിലേക്ക് ഫ്രഷ് വാട്ടർ വേണം. അപ്പോൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് പോകുന്നതെന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ തെരണ്ടീനെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ കൈ താഴെ ഇടുമ്പോൾ അവർ വന്നിങ്ങനെ ഹൈഫൈ അടിച്ചിട്ട് പോകും. നല്ല രസമായിരുന്നു. എനിക്ക് ചിത്തൂടിനെ തൊടാൻ പറ്റി, പക്ഷെ കാർത്തൂന് കൈക്ക് നീളമില്ലാത്തതുകൊണ്ട് തൊടാൻ പറ്റിയില്ല. അവരിങ്ങനെ അകന്നകന്ന് പോകും. കുറേ നേരം ഇരിക്കണം ഒന്ന് കൈ തൊടാൻ. അത് നല്ല രസമായിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിപ്പോയി. അവരെ തൊടാൻ പറ്റി, നല്ല രസമായിരുന്നു. ഇതൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ കുറേ സീ ക്രീച്ചറിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. കാർത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി എടുത്തു, പക്ഷെ ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ അക്വാ ഷോ നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.